ഇന്ത്യൻ സ്ത്രീകൾ എന്തുകൊണ്ടാണ് കല്യാണത്തോട് നോ പറയുന്നത്? ഇതൊരു ഒറ്റപ്പെട്ട കാര്യമല്ല, മറിച്ച് ഇന്ത്യയിൽ നമ്മൾ കാണുന്നൊരു വലിയ സാമൂഹിക മാറ്റമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പഠിപ്പും ജോലിയുമൊക്കെയുള്ള സ്ത്രീകൾ ഈ പരമ്പരാഗത വിവാഹമെന്ന ആശയത്തിൽ നിന്ന് പതിയെ പിന്മാറുന്നത്? വാ, നമുക്കിതിൻ്റെ കാരണങ്ങളൊന്ന് നോക്കാം. അവൾ ആ കല്യാണം വേണ്ടെന്ന് വെച്ചു. കാരണം എന്താണെന്നോ? അവിടെ എയർ കണ്ടീഷണർ ഉണ്ടായിരുന്നില്ല. ഇത് കേൾക്കുമ്പോൾ ഒരു നിസ്സാര കാര്യമായിട്ട് തോന്നാം, അല്ലേ? വെറുമൊരു എസിയുടെ പേരിൽ കല്യാണം മുടക്കുകയോ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത്തരം വാർത്തകൾക്ക് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. മാറുന്ന ഇന്ത്യൻ സ്ത്രീകളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും അവരുടെ നിലപാടുകളെക്കുറിച്ചുമുള്ള ഒരു വലിയ കഥ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കണക്ക് കേട്ട ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടും. 2030 25-നും 44-നും ഇടയ്ക്ക് പ്രായമുള്ള ജോലി ചെയ്യുന്ന ഇന്ത്യൻ സ്ത്രീകളിൽ ഏകദേശം പകുതിയോളം പേർ, അതായത് 45%, കല്യാണം കഴിക്കാത്തവരായിരിക്കും എന്നാണൊരു സർവേ പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കും, ഇതൊരു ചെറിയ മാറ്റമല്ല, ഒരു തലമുറയുടെ ചിന്താഗതിയിൽ വരുന്ന ഒരു വിപ്ലവം തന്നെയാണ്. അപ്പോൾ ശരിക്കും പ്രശ്നം ആ എയർ കണ്ടീഷണർ തന്നെയാണോ, അതോ അതൊരു സിംബൽ മാത്രമാണോ? ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ ഇതിലും എത്രയോ വലുതാണ്. ആ സാമൂഹികവും വൈകാരികവുമായ കാരണങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാരണം, ഇത് സ്ത്രീകളുടെ കരിയറും അതിനൊപ്പം വരുന്ന ആ ഒരു സെക്കൻഡ് ഷിഫ്റ്റും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. എന്താണ് ഈ സെക്കൻഡ് ഷിഫ്റ്റ് എന്നല്ലേ? നമുക്ക് നോക്കാം. ഈ കണക്കൊന്ന് നോക്കൂ, ശരിക്കും ഞെട്ടിക്കുന്നതാണ്. കല്യാണം കഴിഞ്ഞ് വെറും 5 വർഷത്തിനുള്ളിൽ 47% ഇന്ത്യൻ സ്ത്രീകളും ജോലി ഉപേക്ഷിക്കുന്നുണ്ട്. അതെന്താ അങ്ങനെ? കാരണം ഒരു വശത്ത് എല്ലാവരും പറയും, ജോലി ചെയ്യുന്ന മരുമകളെയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഓഫീസ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ തുടങ്ങുകയാണ് അവരുടെ സെക്കൻഡ് ഷിഫ്റ്റ്, അതായത് വീട്ടുജോലിയും മറ്റു ഉത്തരവാദിത്തങ്ങളും. ഈ ഒരു അധികഭാരം കാരണം പലരും ജോലി വിടാൻ നിർബന്ധിതരാവുകയാണ്. ഈ ചാർട്ടിലേക്ക് നോക്കി ആ വ്യത്യാസം കണ്ടോ? സ്ത്രീകൾ ഒരു ദിവസം ശമ്പളമൊന്നുമില്ലാത്ത വീട്ടുജോലിക്കായി ഏകദേശം 5 മണിക്കൂറാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ പുരുഷന്മാരോ? വെറും 1.5 മണിക്കൂർ. ഓർക്കേണ്ട കാര്യം, ഇത് രണ്ടുപേരും പുറത്തുപോയി ജോലി ചെയ്യുന്ന വീടുകളിലെ കൂടി കണക്കാണ്. അപ്പോൾ ഈ ഒരു അസമത്വം തന്നെയാണ് പല സ്ത്രീകളെയും പിന്നോട്ട് വലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പെൺകുട്ടികളുടെ തീരുമാനം വളരെ വ്യക്തമാണ്. 10-ൽ 4 പേരും പറയുന്നത് എന്താണെന്നറിയോ? ഒരു കല്യാണത്തിനു വേണ്ടി സ്വന്തം കരിയറോ മൂല്യങ്ങളോ വിട്ടുവീഴ്ച ചെയ്യുന്നതിനേക്കാൾ നല്ലത് സിംഗിൾ ആയിരിക്കുന്നതാണ് എന്ന്. അതെ, അവരുടെ ജോലിയും വ്യക്തിത്വവും അവർക്ക് അത്രയേറെ വിലപ്പെട്ടതാണ്. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ഇത് കുറച്ചുകൂടി ഇമോഷണലാണ്. എൻ്റെ അമ്മയുടെ ജീവിതം. സ്വന്തം അമ്മമാരെ കുടുംബത്തിനു വേണ്ടി എത്രമാത്രം ത്യാഗം സഹിക്കുന്നത് കണ്ടാണ് ഓരോ പെൺകുട്ടിയും വളരുന്നത്. അതിൻ്റെ ഒരു സ്വാധീനം ചെറുതൊന്നുമല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒരു നിമിഷം ആലോചിച്ചിട്ട് പറയൂ, നിങ്ങളുടെ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? പലർക്കും പെട്ടെന്നൊരു ഉത്തരം കിട്ടിക്കാണില്ല, അല്ലേ? അതിനൊരു കാരണമുണ്ട്. ഒരേ വീട്ടിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും വളരുമ്പോൾ അവർ കാണുന്നത് 2 കാഴ്ചകളാണ്. പെൺകുട്ടി കാണുന്നത് അമ്മയുടെ തീരാത്ത കഷ്ടപ്പാടുകളാണ്. പക്ഷേ ആൺകുട്ടിയോ? അവൻ പലപ്പോഴും കാണുന്നത് ആ കഷ്ടപ്പാടുകൾ കാരണം കിട്ടുന്ന സുഖസൗകര്യങ്ങൾ മാത്രമാണ്. അമ്മ ഒരു വ്യക്തിയാണ്, അമ്മയ്ക്കും ഇഷ്ടങ്ങളുണ്ട് എന്ന ചിന്ത പോലും പലപ്പോഴും വരാറില്ല. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒന്നാണ്, എൻ്റെ അമ്മ ഒരു പാവമാണ്, നിഷ്കളങ്കയാണ്, കാരണം വീടിന് പുറത്തുള്ള ലോകമൊന്നും കാണാൻ അമ്മയ്ക്ക് പറ്റിയിട്ടില്ല എന്ന്. പക്ഷെ ഇന്നത്തെ തലമുറ ഇതിനെ കാണുന്നത് അങ്ങനെയല്ല. ഈ നിഷ്കളങ്കത ഒരു നല്ല കാര്യമല്ല, മറിച്ച് അവസരങ്ങൾ കിട്ടാത്തതിൻ്റെ ഒരു അടയാളമാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു ജീവിതം അവർക്ക് വേണ്ട. അപ്പം മൂന്നാമത്തെ കാരണം, കല്യാണം കഴിയുമ്പോൾ വരുന്ന ചില പറയാത്ത നിയമങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഇത് ബന്ധങ്ങളിലെ ആ ഒരു അസമത്വത്തെക്കുറിച്ചാണ്. സ്ത്രീകൾ മാത്രം ചുമക്കേണ്ടി വരുന്ന ഇമോഷണൽ ഭാരത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്കും ഭാര്യയുടെ വീട്ടിലേക്കുമുള്ള സന്ദർശനം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭർത്താവ് സ്വന്തം വീട്ടിൽ പോയാൽ രാജാവാണ്. ഇഷ്ടമുള്ള ഭക്ഷണം, കയ്യിൽ TV റിമോട്ട്, ഫുൾ റെസ്റ്റ്. ഇനി ഭാര്യയോ? ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നാൽ നേരെ അടുക്കളയിലേക്ക് പോകണം, വിളമ്പാൻ സഹായിക്കണം, എല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്യണം. ചുരുക്കത്തിൽ അവൾ ആ വീടിനോട് അഡ്ജസ്റ്റ് ചെയ്യണം, അവൾക്ക് വേണ്ടി ആ വീട് അഡ്ജസ്റ്റ് ചെയ്യില്ല. ഈ വ്യത്യാസം ആർക്കാണ് മനസ്സിലാവാത്തത്? മാൻ കീപ്പിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ മെൻ്റൽ ഭാരവും, അതായത് ബർത്ത്ഡേ ഓർക്കുന്നത്, ബില്ലടയ്ക്കാൻ ഓർമ്മിപ്പിക്കുന്നത്, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നത്, എന്തിനധികം പാർട്ട്ണറിനൊരു വിഷമം വരുമ്പോൾ ആശ്വസിപ്പിക്കുന്നത് വരെ, ഇതെല്ലാം ഒരു സ്ത്രീയുടെ മാത്രം തലയിലാകുന്ന അവസ്ഥയുണ്ടല്ലോ. അതാണ് മാൻ കീപ്പിംഗ്. ആരും കാണാത്ത പക്ഷെ എപ്പോഴും ചെയ്യേണ്ട ഒരു ജോലിയാണിത്. ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് ഇമോഷണൽ മെച്യൂരിറ്റിയിലുള്ള ഈ വ്യത്യാസം. സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് ഏകദേശം 32 വയസ്സാകുമ്പോഴേക്ക് ഇമോഷണൽ മെച്യൂരിറ്റി വരും.
പക്ഷെ പുരുഷന്മാർക്കോ അവർക്കതിന് 43 വയസ്സുവരെ എടുത്തേക്കാം. ഈ 11 വർഷത്തെ ഗ്യാപ്പ് കാരണം റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരത്തെ തന്നെ തിരിച്ചറിയും. പക്ഷെ അത് പരിഹരിക്കാൻ സംസാരിക്കുമ്പോൾ പാർട്ട്ണർ ചിലപ്പോൾ അതിന് തയ്യാറായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാരണങ്ങളെല്ലാം ഒന്ന് കൂട്ടിവെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് എത്തുകയാണ്. സ്ത്രീകൾ കല്യാണത്തോട് നോ പറയുന്നത് പേടിച്ചിട്ടല്ല, മറിച്ച് അവർക്ക് നല്ല വ്യക്തതയുള്ളതുകൊണ്ടാണ്. തങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്നതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായൊരു ധാരണയുണ്ട്. ഈ ഡേറ്റ നോക്കിയാൽ ആ വ്യക്തതയൊന്നുകൂടി ഉറപ്പിക്കാം. കണക്കുകൾ പറയുന്നത് എന്താണെന്നോ, കല്യാണം കഴിക്കുന്നത് പുരുഷന്മാർക്ക് നല്ലതാണ്. അവരുടെ ആയുസ് കൂടും, ആരോഗ്യം മെച്ചപ്പെടും, സന്തോഷം കൂടും. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിലോ, വിവാഹിതരായ സ്ത്രീകളിൽ ഡിപ്രഷനും സ്ട്രെസ്സും കൂടുന്നതായും ആരോഗ്യം കുറയുന്നതായുമാണ് പല പഠനങ്ങളും കാണിക്കുന്നത്. ഈ ഒരു റിയാലിറ്റി ഇന്നത്തെ സ്ത്രീകൾ കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. സ്ത്രീകളുടെ പ്രതീക്ഷകളൊക്കെ ഒരുപാട് മാറി. അവർക്കിപ്പോൾ വേണ്ടത് തുല്യതയുള്ള, ഒരുമിച്ച് വളരാൻ പറ്റുന്ന ഒരു പാർട്ട്ണർഷിപ്പാണ്. പക്ഷെ പലപ്പോഴും പുരുഷന്മാരുടെ പ്രതീക്ഷകൾ ഇപ്പോഴും ആ പഴയ കാലത്ത് തന്നെ നിൽക്കുകയാണ്. ഈ രണ്ട് ചിന്താഗതിയും ഒരുമിച്ച് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? അതുകൊണ്ട് ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം, ഇത് പേടിയല്ല, നല്ല ഒന്നാന്തരം ക്ലാരിറ്റിയാണ്. തുല്യതയില്ലാത്തൊരു ബന്ധത്തിൽ തുടർന്നാൽ തങ്ങളുടെ കരിയറിനും മനസ്സിനും സ്വന്തം വ്യക്തിത്വത്തിനും എത്ര വലിയ വില കൊടുക്കേണ്ടി വരും എന്നതിനെക്കുറിച്ചുള്ളൊരു ക്രിസ്റ്റൽ ക്ലിയർ ധാരണ. ആ ധാരണയിൽ നിന്നാണ് ഈ വേണ്ട എന്ന തീരുമാനം വരുന്നത്. അപ്പോൾ അവസാനം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് സ്ത്രീകൾ കല്യാണം വേണ്ടെന്ന് പറയുന്നത് എന്നല്ല. അതിനു പകരം നമ്മൾ ചോദിക്കേണ്ടത്, തുല്യതയും ബഹുമാനവും ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെയുള്ളൊരു കല്യാണമാണ് നമ്മൾ ഒരു സമൂഹമെന്ന നിലയിൽ ഓഫർ ചെയ്യുന്നത് എന്നതാണ്. ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ ഒരു ചോദ്യത്തോട് നമുക്ക് ഇന്നത്തെ ഈ വിശകലനം ഇവിടെ നിർത്താം.